സൗദി അറേബ്യയുമായുള്ള ഏതൊരു സിവിലിയൻ ആണവ കരാറിലും കടുത്ത സുരക്ഷാ മാനദണ്ഡങ്ങളും നിരീക്ഷണ സംവിധാനങ്ങളും ഉൾപ്പെടുത്തണമെന്ന് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ വ്യക്തമാക്കിയിരിക്കുകയാണ്. സൗദിയുടെ ആണവ പദ്ധതികൾ യാതൊരു കാരണവശാലും ഒരു ആണവായുധ നിർമ്മാണ പദ്ധതിയായി മാറാതിരിക്കാൻ ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഫിലിപ്പീൻസിലെ മനിലയിൽ മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് അന്താരാഷ്ട്ര ശ്രദ്ധയാകർഷിച്ച ഈ സുപ്രധാന പ്രസ്താവന റൂബിയോ നടത്തിയത്. സൗദി അറേബ്യയുടെ വളർന്നുവരുന്ന ആണവ ആവശ്യങ്ങളിൽ അമേരിക്കൻ സാങ്കേതിക വിദ്യയും കമ്പനികളും പങ്കാളികളാകുന്നത് ആണവായുധ വ്യാപനം തടയുന്നതിനുള്ള നിയന്ത്രണങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ വാഷിംഗ്ടണിന് സഹായകരമാകുമെന്ന് റൂബിയോ വാദിച്ചു. അമേരിക്ക നേരിട്ട് ഈ പദ്ധതിയുടെ ഭാഗമാകുമ്പോൾ സുരക്ഷാ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ സാധിക്കും. ഇത് മേഖലയിലെ ആയുധ മത്സരത്തിന് തടയിടാൻ സഹായിക്കുമെന്നാണ് വാഷിംഗ്ടണിന്റെ വിലയിരുത്തൽ. സൗദി അറേബ്യ തങ്ങളുടെ ആണവ പദ്ധതികൾക്കായി മറ്റേതെങ്കിലും രാജ്യവുമായി സഹകരിക്കാൻ തീരുമാനിച്ചാൽ അത്തരം സുരക്ഷാ മാനദണ്ഡങ്ങൾ സ്വാധീനം ചെലുത്താൻ അമേരിക്കയ്ക്ക് സാധിക്കാതെ വരുമെന്ന റൂബിയോ മുന്നറിയിപ്പ് നൽകി. മറ്റു പല ശക്തികളും ആണവ സാങ്കേതിക വിദ്യ കൈമാറുമ്പോൾ ആയുധ നിരോധന വ്യവസ്ഥകളിൽ അയവ് വരുത്താൻ സാധ്യതയുണ്ട്. അതിനാൽ തന്നെ റിയാദ് അമേരിക്കൻ സാങ്കേതിക വിദ്യ തന്നെ തിരഞ്ഞെടുക്കണമെന്നാണ് വാഷിംഗ്ടൺ ആഗ്രഹിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയർന്നതും വിശ്വസനീയവുമായ ആണവ നിലവാരം പുലർത്തുന്നത് അമേരിക്കൻ കമ്പനികളാണെന്ന് റൂബിയോ വിശേഷിപ്പിച്ചു. ആണവ മേഖലയിൽ ലോകത്തൊട്ടാകെ കടുത്ത മത്സരമാണ് ഇപ്പോൾ നടക്കുന്നത്. തങ്ങൾ മാത്രമല്ല ഈ രംഗത്തുള്ളതെങ്കിലും ലഭ്യമായതിൽ വെച്ച് ഏറ്റവും മികച്ചതും സുരക്ഷിതവുമായ ഓപ്ഷൻ അമേരിക്ക തന്നെയാണെന്ന് ഞങ്ങൾ മാത്രമല്ല വിപണിയിലുള്ളത്, എന്നാൽ ഞങ്ങൾ തന്നെയാണ് ഏറ്റവും മികച്ചതെന്ന വാക്കുകളിലൂടെ അദ്ദേഹം വ്യക്തമാക്കി. ആണവ സാങ്കേതിക വിദ്യ കൈമാറ്റ രംഗത്ത് ചൈനയും റഷ്യയും ഉൾപ്പെടെയുള്ള എതിരാളി ശക്തികളിൽ നിന്ന് കടുത്ത മത്സരമാണ് അമേരിക്ക നേരിടുന്നത്. മാറിക്കൊണ്ടിരിക്കുന്ന പുതിയ ഭൗമരാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കാൻ വ്യക്തിഗത കരാറുകളിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തേണ്ടി വരുമെന്നും റൂബിയോ സൂചിപ്പിച്ചു. പരമ്പരാഗത നിബന്ധനകളിൽ മാത്രം പിടിമുറുക്കി നിന്നാൽ സഖ്യരാഷ്ട്രങ്ങൾ മറ്റ് വൻ ശക്തികളെ സമീപിക്കുമെന്ന തിരിച്ചറിവ് അമേരിക്കയ്ക്കുണ്ട്. സൗദി അറേബ്യ തങ്ങളുടെ ഊർജ്ജ ആവശ്യങ്ങൾക്കായി ആണവോർജ്ജത്തിലേക്ക് തിരിയാൻ തീരുമാനിച്ചത് പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. സ്വന്തമായി യുറേനിയം സമ്പുഷ്ടീകരണം നടത്താനുള്ള അവകാശം വേണമെന്ന് സൗദി മുൻപ് തന്നെ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇത് ഭാവിയിൽ ആണവായുധ നിർമ്മാണത്തിലേക്ക് നയിക്കുമോ എന്ന ഭയമാണ് ഇസ്രയേൽ ഉൾപ്പെടെയുള്ള അമേരിക്കൻ സഖ്യകക്ഷികൾക്ക് ഉള്ളത്. അമേരിക്കയിൽ നിന്നും സാങ്കേതിക വിദ്യ സ്വീകരിക്കുമ്പോൾ ലഭിക്കുന്ന പ്രധാന നേട്ടം അത് കടുത്ത അന്താരാഷ്ട്ര പരിശോധനകൾക്ക് വിധേയമായിരിക്കും എന്നതാണ്. അമേരിക്കൻ അറ്റോമിക് എനർജി ആക്ട് അനുസരിച്ചുള്ള കർശന വ്യവസ്ഥകൾ പാലിക്കാൻ കരാറിൽ ഏർപ്പെടുന്ന രാജ്യങ്ങൾ ബാധ്യസ്ഥരാണ്. റൂബിയോയുടെ പ്രസ്താവന സൗദിയുമായുള്ള ചർച്ചകളിൽ അമേരിക്കൻ നിലപാട് വ്യക്തമാക്കുന്ന ഒന്നാണ്. ഇറാന് തക്കതായ മറുപടി നൽകാൻ സൗദിയും ആണവശേഷി കൈവരിക്കണമെന്ന് റിയാദിലെ ഭരണാധികാരികൾ ആഗ്രഹിക്കുന്നു. ഈ പശ്ചാത്തലത്തിലാണ് അമേരിക്കയുടെ മേൽനോട്ടത്തിലുള്ള സിവിലിയൻ ആണവ പദ്ധതി എന്ന ആശയം വീണ്ടും സജീവമാകുന്നത്. റൂബിയോയുടെ ഈ വെളിപ്പെടുത്തലുകൾ ഇസ്രയേൽ അടക്കമുള്ള രാജ്യങ്ങൾ വളരെ ഉത്കണ്ഠയോടെയാണ് കാണുന്നത്. പശ്ചിമേഷ്യയിലെ തങ്ങളുടെ സൈനിക സാങ്കേതിക മേൽക്കോയ്മയ്ക്ക് സൗദിയുടെ ആണവ പദ്ധതി ഭീഷണിയാകുമോ എന്ന് ഇസ്രയേൽ ഭയപ്പെടുന്നു. അമേരിക്ക എത്രയൊക്കെ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പു നൽകിയാലും മേഖലയിലെ ആണവ സാന്നിധ്യം ഭാവിയിൽ അസ്ഥിരതയ്ക്ക് കാരണമാകുമെന്നാണ് ഇസ്രയേലിന്റെ നിരീക്ഷണം. എന്നാൽ അമേരിക്കയെ പൂർണ്ണമായി ആശ്രയിക്കാതെ ചൈനയുമായും റഷ്യയുമായും ആണവ സഹകരണത്തിന് സൗദി അറേബ്യ വാതിലുകൾ തുറന്നിട്ടുണ്ട്. അമേരിക്കൻ ഉപാധികൾക്ക് അടുപ്പമാണെങ്കിൽ മറ്റു വൻ ശക്തികളെ സമീപിക്കാൻ സൗദി മടിക്കില്ല. ഇതൊഴിവാക്കാനാണ് കൂടുതൽ പ്രായോഗികമായ സമീപനം സ്വീകരിക്കാൻ അമേരിക്ക ഇപ്പോൾ നിർബന്ധിതരാകുന്നത്. വരും ദിവസങ്ങളിൽ സൗദി അറേബ്യയുമായുള്ള ആണവ ചർച്ചകൾ വാഷിംഗ്ടണിൽ വലിയ രാഷ്ട്രീയ സംവാദങ്ങൾക്ക് വഴിവെക്കും. US കോൺഗ്രസിനുള്ളിൽ തന്നെ ഇതിനെതിരെ ശക്തമായ എതിർപ്പുകൾ ഉയരാൻ സാധ്യതയുണ്ട്. ആണവായുധ വ്യാപനം തടയുന്നതിനുള്ള US നയങ്ങളിൽ അയവ് വരുത്തരുതെന്ന ഒരു വിഭാഗം ജനപ്രതിനിധികൾ ശക്തമായി വാദിക്കുന്നു. വളർന്നുവരുന്ന സാമ്പത്തിക ആവശ്യങ്ങളും വിഷൻ 2030 പോലുള്ള വൻകിട പദ്ധതികളും മുൻനിർത്തിയാണ് സൗദി അറേബ്യ ഊർജ്ജ സ്രോതസ്സുകൾ വൈവിധ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നത്. എണ്ണയെ മാത്രം ആശ്രയിക്കുന്ന സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് മാറി ആണവോർജ്ജവും പുനരുപയോഗ ഊർജ്ജവും ഉപയോഗപ്പെടുത്തുക എന്നത് സൗദിയുടെ ദീർഘകാല ലക്ഷ്യമാണ്. ആണവ സുരക്ഷ ഉറപ്പാക്കുന്നതോടൊപ്പം തന്നെ പശ്ചിമേഷ്യയിലെ തങ്ങളുടെ പ്രധാന സഖ്യകക്ഷിയായ സൗദി അറേബ്യയെ തങ്ങളോടൊപ്പം നിർബന്ധിതമായി നിർത്തുവാൻ അമേരിക്കയ്ക്ക് ആവശ്യമുണ്ട്. തന്ത്രപ്രധാനമായ ഈ കരാറിലൂടെ റിയാദിൽ ചൈനയുടെയും റഷ്യയുടെയും സ്വാധീനം കുറയ്ക്കുക എന്ന വൻ ശക്തി രാഷ്ട്രീയം കൂടി വാഷിംഗ്ടൺ ലക്ഷ്യമിടുന്നു. മാർക്കോ റൂബിയോയുടെ പ്രസ്താവനയിലൂടെ വ്യക്തമാകുന്നത് പശ്ചിമേഷ്യൻ മേഖലയിലെ പുതിയ നയതന്ത്ര സമവാക്യങ്ങളാണ്. സുരക്ഷയും നയതന്ത്ര താൽപര്യങ്ങളും ഒരേപോലെ സംരക്ഷിച്ചുകൊണ്ട് ഒരു ആണവ കരാറിലെത്തുക എന്നത് അമേരിക്കൻ വിദേശ നയത്തിന് വൻ വെല്ലുവിളിയാണ്. സൗദി അറേബ്യയുടെ ആണവ സ്വപ്നങ്ങൾക്ക് ഉപാധികളുടെ പിന്തുണ നൽകാനുള്ള അമേരിക്കയുടെ നീക്കം പശ്ചിമേഷ്യൻ ചരിത്രത്തിലെ നിർണായക ഘട്ടമാണ്. കരാർ അന്തിമഘട്ടത്തിലെത്തുമ്പോൾ അത് മേഖലയിലെ ശക്തി സന്തുലിതാവസ്ഥയെയും ആഗോള നയതന്ത്രത്തെയും എങ്ങോട്ട് നയിക്കുമെന്ന ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുന്ന ഒന്നാണ്.